ഐ നോബഡി ഒരൊറ്റ പേര് മതി ഈ സിനിമ കാണാൻ. പൃഥ്വിരാജ് സുകുമാരൻ അല്ല, ഫ്രം ദ ഡയറക്ടർ ഓഫ് റോഷാക്ക് നിസാം ബഷീർ. എടെ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് മറ്റേ പ്രസന്റഡ് ബൈ ഇന്നാൾ എന്നൊക്കെ എഴുതി കാണിച്ചു. ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യണം, 2 മിനിറ്റ് ശ്വാസം എടുത്തു വിട്. ഐ വാസ് ലൈക്ക് ഏത് അലവലാതിയാണ് തിയേറ്ററിൽ ഇരുന്നിട്ട് കൊണവധികാരം നടത്തുന്നത്. അത് സിനിമയുടെ ഭാഗമായിരുന്നു. അവിടുന്ന് അങ്ങട് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന വരെ ഒരു സീക്വൻസ്, ഒരു റോബറി, ഒരു കാർ ചേസ്, ഒരു ആക്സിഡന്റ് സീക്വൻസ്, പീക്ക് സംഭവം. ആ ഈ തണുത്ത് വരച്ചിട്ടാണ് ഈ പടം കാണാൻ പോയത്, മഴയും കൊണ്ടിട്ട്. അപ്പ കിട്ടിയൊരു ഹൈ ഉണ്ട് മോനെ. പടം ഓൺ. ടെക്നിക്കലി ഈ സിനിമ ബ്രില്യന്റ് എന്ന് ഒന്ന് പറഞ്ഞാലേ പോരാ, അത്രയും കിടുവാണ്. എഡിറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക് വർക്ക് ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, അതിന് വെച്ച ആംഗിൾസ് ആയിക്കോട്ടെ, അടിപൊളി. പലപ്പോഴും ഇതൊരു മലയാളം സിനിമയാണോ എന്ന് വരെ തോന്നും. ഫസ്റ്റ് ഹാഫ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഫസ്റ്റ് ഹാഫ്. 10 out of 10 കൊടുക്കുക അതിന്റെ ഫസ്റ്റ് ഹാഫിന്. അത്രയും കിടുവായിരുന്നു. അല്ല, ഒരു നെഗറ്റീവ് ഉണ്ട്. സഞ്ജു ശിവറാമിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു വെകിളി പിടിച്ച ക്യാരക്ടർ. 10 സെക്കൻഡേ ഉള്ളൂ. ഈ ജാട്ടിയില് പുളിയുറുമ്പ് വീണ പോലത്തെ ഒരു ക്യാരക്ടർ. അത് മാത്രമായിരുന്നു ഒരു നെഗറ്റീവ്. ഓക്കെ, അടിപൊളി. യൂഷ്വലി ത്രില്ലർ ആയിക്കോട്ടെ, സൈക്കോ ത്രില്ലർ ആയിക്കോട്ടെ, ഞാൻ ഫോൺ നോക്കും. ഞാൻ 1 മിനിറ്റ് പോലും അല്ലെങ്കിൽ 1 സെക്കൻഡ് പോലും ഫോൺ നോക്കിയില്ല. അപ്പൊ അതിനർത്ഥം റേസി സ്ക്രീൻ പ്ലേ? നോ, ഇറ്റ്സ് ഗ്രിപ്പിംഗ്. സ്ലോ പേസ്ഡ് ആണെങ്കിൽ ഗ്രിപ്പിംഗ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. റേസി ഒന്നും അല്ല മോനെ. ഫസ്റ്റ് ഹാഫില് ലിഫ്റ്റിൽ വെച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഓയ്യോ, പേട്ട സാങ്. പൃഥ്വിരാജിന്റെ ആക്ഷൻ സീക്വൻസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇടിക്കട്ട ഫീലിംഗ് ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് സംഭവം ഇറുക്ക് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ്. പൃഥ്വിരാജിന്റെ പീക്ക് പെർഫോമൻസ്. പൃഥ്വിരാജിന്റെ കംപ്ലീറ്റ് സിനിമാസ് എടുത്തോ, എൻറ്റയർ സിനിമാസ് എടുത്തോ, അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ് രാജി. സൈക്കോളജിക്കലി ഭയങ്കര ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ. എത്ര കിടുവായിട്ടാണ് അങ്ങേ പെർഫോം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് വെരി നോർമൽ വിത്ത് എ വീക്ക് ക്ലൈമാക്സ്. വെരി നോർമൽ. ഈ സംഭവം ഇറുക്ക് ഫീലിംഗ് ഒന്നുമില്ല. ഭയങ്കര ലോ ആയിരുന്ന ഒരു സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് തോന്നിയത്. ഓവറോൾ ഈ സിനിമ ദിസ് ഇസ് നൈസ് പടം. ഒരു 1 ടൈം വാച്ചബിൾ നല്ല പടം. ടെക്നിക്കലി ടോപ്പ് നോച്ച്. പാർവതി തെരുവോത്ത്. പാർവതിയുടെ പെർസ്പെക്ടീവ്സ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. പാർവതിയുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടാവില്ല, ആളുടെ ഒപ്പീനിയൻ അൺഅക്സെപ്റ്റബിൾ ആയിരിക്കാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആക്ടിങ്, ഷീ ഈസ് വേറെ ലീഗ് മോനെ. അഗ്രസീവ് ആവേണ്ട അവിടെ അഗ്രസീവ് ആവുന്നുണ്ട്, ഷൗട്ട് ചെയ്യേണ്ട അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. സട്ടിൽ ആയിട്ടുള്ള ആളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മലയാളത്തിലെ കറന്റ് ബെസ്റ്റ് ആണ് പാർവതി. ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ്. അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ.